ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ക്വീൻസ് ടൗണിലേക്കാണ്. ഞാൻ, ഹരി, സിദ്ധു, അങ്കിത ചേച്ചിയൊക്കെ കൂടെ. അത് രാവിലെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലേറ്റായി വിചാരിച്ചതിനെക്കാട്ടിലും 8 മണിക്കൊക്കെ ഇറങ്ങി. അപ്പോൾ നല്ലൊരു വ്യൂ കണ്ടു. കാരണം വരുന്ന വഴിക്ക് മൊത്തം ഫോഗായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം അപ്പുറത്തൊരു മൗണ്ടെയിനിൽ നിറം മഞ്ഞൊക്കെ ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ക്വീൻസ് ടൗണിലെത്തി. ആ ഒരു ചളി കേട്ടോ, അത് സിദ്ധുവിൻ്റെ ചളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്വീൻസ് ടൗൺ എയർപോർട്ടിലാണ് എത്തിയത്. അപ്പോൾ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ എന്തിനാണ് ഞങ്ങൾ ക്വീൻസ് ടൗൺ എയർപോർട്ടിലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ കൊണ്ടുവരാൻ. ഇത് ആ വരുന്ന മനുഷ്യന്. അങ്ങനെ അജു തിരിച്ചു വന്നിരിക്കുകയാണ് 1 മാസത്തിന് ശേഷം. ക്ഷീണിച്ച് അവശനായി, കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. അജു കുറേ നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അജുവിൻ്റെ കണ്ട സന്തോഷ പ്രകടനവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരു മാസം എത്ര പെട്ടെന്ന് പോയി എന്ന് മനസ്സിലാവുന്നില്ല, അത്ര പെട്ടെന്ന് പോയി. ആ മൗണ്ടൻസ് എല്ലാം കണ്ടില്ല, എന്ത് രസമാണ്. കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം കാണുക തന്നെ വേണം. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാർക്ക് ചെയ്യും. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ അടിക്കണം. ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളത് കാർ എടുത്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇതാണ് മെയിൻ ക്വീൻസ് ടൗണിലെ മെയിൻ എന്താ പറയുക അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല വ്യൂ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഏരിയ. ഇവിടെ തന്നെ നമ്മുടെ കാവ്യയുടെയും ദിലീപിൻ്റെയൊക്കെ സിനിമ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ചിരിമണി മുല്ലേ ചിത്തിരമല്ലേ സുഖമല്ലേ സുന്ദരി, അതിനൊരു പാട്ടുണ്ടല്ലോ, അതൊക്കെ ഇവിടെ ലൊക്കേഷനാണ്. പിന്നെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നതും ന്യൂസിലൻഡിൽ ക്വീൻസ് ടൗൺ ആണെന്നൊക്കെ ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടല്ലോ അല്ലേ. അതേപോലെ ഒന്നല്ല ഇപ്പം, എന്നാലും സെയിം പ്ലേസാണ്. ഞാൻ പോകുന്നത് ഇവരുടെ അടുത്ത് എനിക്ക് വിശക്കുന്നു എന്ന് പറയാനാണ്. കാരണം ഒരുപാട് ലേറ്റായി. എനിക്കാണെങ്കിൽ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു അസ്വസ്ഥത, ഗ്യാസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മാറ്റമുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ട്. ലൈവായി ഗിറ്റാർ വായിക്കുന്ന ഒരാൾ അതേപോലെ അവരുടെ ആ കുട്ടി കുരയ്ക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ എടുക്കാമെന്ന്. കാരണം ഇതും എന്താ പറയുക ക്വീൻസ് ടൗണിലെ മെയിൻ എന്ന് പറയുന്നൊരു മെയിൻ ഷോപ്പാണ് ഫർ ബർഗർ. ഇവിടുത്തെ ബർഗർ ഞാൻ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഇടുന്നതായിരിക്കും. പക്ഷേ എനിക്കത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് എന്ന് എനിക്കറിയില്ല. അപ്പം അതിനായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി അലയുകയാണ്. അവസാനം ഞങ്ങൾ ബോളിവുഡ് നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യൻ ക്യൂസിനിൽ കയറി. സൗത്തിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ചാടിക്കയറി. പക്ഷേ സൗത്തിൻ്റെ ഒന്നും ട്രൈ ചെയ്തില്ല. എൻ്റെ ഫേവറേറ്റായ സാമ്പാർ വടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട്, കാരണം ഞങ്ങൾക്ക് ഇതുവരെ ക്രൈസ്റ്റ് ചർച്ചിലല്ലാതെ വേറെ എവിടെയും പോയിട്ടൊരു സൗത്ത് ഇന്ത്യൻ ഫീലൊന്നും നമുക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാം ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സിദ്ധുവും ഹരിയും ഷെഷ്വാൻ നൂഡിൽസ് പറഞ്ഞു. ഞാൻ ചിക്കൻ സൂപ്പ് എന്തോ പറഞ്ഞ്. അങ്കിത പാവ് ഭാജി. അജു ഒന്നും പറഞ്ഞില്ല, കാരണം അജുവിൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ പോലും തോന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചു.
ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോശമൊന്നുമല്ല, മോശമൊന്നും പറയാൻ പറ്റില്ല, നല്ലതൊന്നും പറയാൻ പറ്റില്ല, ഓക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.